നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുപ്പം ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ആശങ്ക വേണ്ടെന്നും വിഷയത്തിൽ ജില്ലാ ഭരണകൂടം ഇടപെട്ടിട്ടുണ്ടെന്നും എം വിജിൻ MLA. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസനം നടപ്പിലാക്കിയ ആദ്യഘട്ട റെയിൽവേ സ്റ്റേഷനുകൾ വ്യാഴാഴ്ച നാടിന് സമർപ്പിക്കും. വികസനം പൂർത്തിയാക്കിയ സ്റ്റേഷനുകളിൽ മാഹി സ്റ്റേഷനും. കനത്ത മഴയിൽ പന്തക്കൽ മൂലക്കടവിൽ കൂറ്റൻ തണൽ മരത്തിന്റെ ശിഖിരം പൊട്ടിവീണ് 3 ഓട്ടോറിക്ഷകൾ തകർന്നു. മൂലക്കടവ് ഓട്ടോ സ്റ്റാൻഡിലാണ് അപകടമുണ്ടായത്. വാർത്തകൾ വിശദമായി. കണ്ണൂർ കുപ്പം ദേശീയപാത മണ്ണിടിച്ചിൽ ആശങ്ക വേണ്ടെന്നും വിഷയത്തിൽ ജില്ലാ ഭരണകൂടം ഇടപെട്ടെന്നും എം വിജിൻ MLA. പ്രശ്നപരിഹാരത്തിന് ജില്ലാ കളക്ടർ തളിപ്പറമ്പ് RDOയെ ചുമതലപ്പെടുത്തി. പ്രശ്നപരിഹാരത്തിന് ജില്ലാ കളക്ടർ തളിപ്പറമ്പ് RDOയെ ചുമതലപ്പെടുത്തി. RDO, നാഷണൽ ഹൈവേ പ്രൊജക്ട് മാനേജർ എന്നിവർ സ്ഥലത്ത് പരിശോധന നടത്തും. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നും എം വിജിൻ MLA പറഞ്ഞു. ഈ പോയിന്റിൽ വളരെ പ്രധാനമായി ഉണ്ടായത് നമ്മുടെ സർവീസ് റോഡ് ഉൾപ്പെടെ പാസ് ചെയ്യാൻ പോകുന്ന ഒരു വലിയ ഭാഗമാണ് റോഡിലേക്ക്, നിലവിലുള്ള പഴയ ഹൈവേയിലേക്ക് അടർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് അടർന്ന് വീഴുക മാത്രമല്ല, അതിനോടൊപ്പം താഴെ പ്രദേശത്തുള്ള വീടുകളിലേക്ക് ഉൾപ്പെടെ ഈ ചളി നിറഞ്ഞ വെള്ളം അത് കുത്തിയൊലിച്ചു പോകുന്ന പ്രശ്നങ്ങൾ അത് വളരെ ഗൗരവമായി തന്നെ ഗവൺമെൻറ് കാണുകയും അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിൽ ആ വിഷയത്തെ അവതരിപ്പിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുമായിട്ട് ഈ വിഷയം സംസാരിച്ചു. മയ്യഴി പുഴയുടെ ക്രൂസ് ടൂറിസം സാധ്യതകൾ ചർച്ച ചെയ്യാൻ വേണ്ടി നടത്തപ്പെടുന്ന ടൂറിസം സെമിനാറിന് മുന്നോടിയായി ജലയാത്ര സംഘടിപ്പിച്ചു. പുഴയിലൂടെ സഞ്ചരിച്ച് പുഴയുടെ ടൂറിസം സാധ്യതകൾ പഠിക്കാനും വിലയിരുത്താനും വേണ്ടി ടൂറിസം മേഖലയിലെ വിദഗ്ധരും പഞ്ചായത്ത് പ്രതിനിധികളുമാണ് ജലയാത്ര സംഘടിപ്പിച്ചത്. മോന്താൽ പുഴയിൽ നിന്നും ആരംഭിച്ച യാത്രയിൽ ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ ടീച്ചർ, മുൻ പ്രസിഡന്റ് VK രാഗേഷ്, മലബാറിക്കസ് ടൂറിസം സെക്രട്ടറി P മനോഹരൻ, മലനാട് ക്രൂസ് ടൂറിസം ആർക്കിടെക്ട് TV മധുകുമാർ, റോയൽ ടൂറിസം സൊസൈറ്റി MD P മുകുന്ദൻ എന്നിവർ പങ്കെടുത്തു. ഈ വരുന്ന മെയ് 23-ന് മലബാറിക്കസ് ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാഹി കലാഗ്രാമത്തിൽ വെച്ച് നടക്കാൻ പോകുന്ന മയ്യഴി പുഴയുടെ ടൂറിസം സാധ്യതകളെക്കുറിച്ചുള്ള സെമിനാറിന് മുന്നോടിയായിട്ട് മയ്യഴി പുഴയിലൂടെ സഞ്ചരിച്ച് ഈ പുഴയുടെ ടൂറിസം സാധ്യതകൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു ജലയാത്രയാണ് ഇന്ന് ഞങ്ങൾ സംഘടിപ്പിച്ചത്. ബഹുമാനപ്പെട്ട ചോക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം മലബാറിക്കസിന്റെ സെക്രട്ടറി അടക്കം പങ്കെടുത്ത ഈ യാത്രയിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. മലനാട് ക്രൂസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ഇവിടുത്തെ പ്രധാനപ്പെട്ട 6 കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ബോട്ട് ജെട്ടികളും ടെർമിനലുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ചെറു ബോട്ടുകളും കയാക്കിങ്ങും ശിക്കാര ബോട്ടുകളുടെയും ഒക്കെ സർവീസുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മയ്യഴി പുഴയുടെ ചരിത്രവും സംസ്കാരവും അതിൻ്റെ ഹെറിറ്റേജ് വാല്യൂവും ഒക്കെ നമുക്ക് വേണ്ട രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മലബാറിൻ്റെ, തലശ്ശേരിയുടെ, മാഹിയുടെ രുചി വൈവിധ്യമടക്കം ആസ്വദിച്ചറിയുവാനും ഇവിടുത്തെ പ്രശസ്തമായ കളരി അടക്കമുള്ള മാർഷൽ ആർട്സ് കണ്ടറിയുവാനും അതുപോലെ തന്നെ ഈ ഒരുപാട് മത്സ്യസമ്പത്തുള്ള ഈ മയ്യഴി പുഴയുടെ പുഴമീൻ കൂടി രുചി അറിയുവാനും പറ്റുന്ന രീതിയിലുള്ള നമ്മുടെ കലയും സാഹിത്യവും ചരിത്രവും ഒക്കെ ചേർത്ത് ഇണക്കിക്കൊണ്ടുള്ള ഈ ക്രൂസ് ടൂറിസം എന്ന ഈ പദ്ധതി വിജയിപ്പിച്ചെടുക്കുവാനും അത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് കൂടുതൽ ടൂറിസ്റ്റുകളെ ഈ മാഹിയോട് ചേർന്നൊഴുകുന്ന ഈ പ്രശസ്തമായ മയ്യഴി പുഴയുടെ ടൂറിസം സാധ്യതകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുവാനും അതിനെക്കുറിച്ചുള്ള നല്ല ചർച്ചകൾ നടത്തുവാനും ഇവിടെ തന്നെ താമസിക്കുവാനുള്ള ഹോം സ്റ്റേ അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാനും ഒക്കെയുള്ള വിശദമായ ഒരു പദ്ധതി തയ്യാറാക്കി അത് ജനങ്ങളിൽ എത്തിച്ച് ടൂറിസ്റ്റുകളെ ഈ പ്രദേശത്തേക്ക് ആകർഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത്. 23-ാം തീയതി നടക്കുന്ന സെമിനാറിനകത്ത് ടൂറിസത്തിന്റെ വികസന സാധ്യതകളെക്കുറിച്ചും അതോടൊപ്പം തന്നെ പ്രാദേശികമായ വികസനത്തെക്കുറിച്ചൊക്കെ സാധ്യതകൾ ഉയരുന്ന ഒരുപാട് സാധ്യതകളുള്ള ഒരു സെമിനാറാണ്. ആ സെമിനാറിനകത്ത്
പങ്കെടുക്കാനും അതോടൊപ്പം അത് മനസ്സിലാക്കാനുമുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മയ്യഴിപ്പുഴയുടെ ടൂറിസം സാധ്യതയെക്കുറിച്ച് യാത്രയിൽ സംഘം ചർച്ച ചെയ്തു. മയ്യഴിപ്പുഴയുമായി ബന്ധപ്പെടുന്ന മോന്താൽപ്പുഴ മേഖലയിൽ ടൂറിസത്തിന് വൻ സാധ്യതയാണെന്നും അത് നടപ്പിൽ വരുത്താനുള്ള പ്രവർത്തനം നടത്തുമെന്നും സംഘാംഗങ്ങൾ പറഞ്ഞു. ഓരോ മലയാളിയുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പുഴയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ടൂറിസം എന്നുള്ളത് എനിക്ക് തോന്നുന്നു മറ്റ് എവിടെ വിജയിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും ഈ പുഴയിൽ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. അത്തരം കാര്യങ്ങൾ കൂട്ടായ്മയിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഇത് ടൂറിസത്തിന്റെ ഒരു പ്രധാന മേഖലയായി നമുക്ക് മാറാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് തന്നെ തോന്നുന്നത്. രണ്ട് സംസ്ഥാനങ്ങളാണ് യഥാർത്ഥത്തിൽ, പോണ്ടിച്ചേരിയുടെയും കേരളത്തിന്റെയും അതിർത്തികൾ പങ്കിട്ടുകൊണ്ട്, അതുപോലെ തന്നെ 2 ജില്ലകളെ വേർതിരിക്കുന്ന ഒരു പുഴ, 3-4 പഞ്ചായത്തുകൾ, ഒരു മുനിസിപ്പാലിറ്റികൾക്ക് സംഗമിക്കുന്ന പ്രത്യേക കേന്ദ്രങ്ങൾ ഒക്കെ ചേരുമ്പോൾ വളരെ മനോഹരമാണ്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച നിലയിൽ മത്സ്യസമ്പത്തിന്റെ ധാരാളം സാധ്യത കൂടിയുണ്ട്. ഒട്ടനവധി ആളുകൾക്ക് തൊഴിൽ, അതോടൊപ്പം തന്നെ പുഴ മത്സ്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാർക്കൊരു ഹരമാണ്. അത് കിട്ടുവാണെങ്കിൽ ടൂറിസ്റ്റുകളെ നമുക്ക് വളരെ എളുപ്പത്തിൽ ആകർഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ പഞ്ചായത്തും അതുപോലുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി സ്വയം തൊഴിൽ എന്നുള്ള നിലയിൽ ധാരാളം ആളുകളെ ആ രംഗത്തുകൂടെ കൊണ്ടുവരികയാണെങ്കിൽ ടൂറിസത്തിന്റെ ഒരു സാധ്യത കുറെ കൂടെ വർദ്ധിപ്പിക്കും എന്നാണ് തോന്നുന്നത്. നിലവിൽ മയ്യഴിപ്പുഴയിൽ 6-ലധികം ബോട്ട് ടെർമിനലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതൊന്നും ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പാകത്തിലായിട്ടില്ല. അതുകൊണ്ട് മയ്യഴിപ്പുഴയെ കേന്ദ്രീകരിച്ചാണ് വികസന സാധ്യതകൾ ആരായുന്നത്. ശ്രീ എം മുകുന്ദനെ ഇക്കാര്യത്തിൽ നേരിട്ട് കണ്ടിരുന്നു. അദ്ദേഹം കൂടി ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഭാവിയിൽ മയ്യഴിപ്പുഴയുടെ സാംസ്കാരികവും ചരിത്രവും എല്ലാം ബന്ധപ്പെടുത്തി സാഹിത്യത്തിൽ മാത്രമല്ല എല്ലാ മനസ്സുകളിലും എത്താൻ പാകത്തിലുള്ള ഒരു സംവിധാനം മലബാറിക്കസ് ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്താൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അമൃത് പദ്ധതിയിൽ അടിസ്ഥാന സൗകര്യ വികസനവും മോടി പിടിപ്പിക്കലും പൂർത്തിയാക്കിയ റെയിൽവേ സ്റ്റേഷനുകളുടെ ആദ്യഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച നാടിന് സമർപ്പിക്കും. അമൃത് പദ്ധതിയിലൂടെ മാഹി സ്റ്റേഷനും പുതുമോടിയിൽ ഒരുങ്ങി. സ്റ്റേഷനുകൾ റെയിൽവേയുടെ മുഖമായി മാറണമെന്ന ലക്ഷ്യത്തിലാണ് കേന്ദ്ര സർക്കാർ അമൃത് പദ്ധതി നടപ്പിലാക്കുന്നത്. വിമാനത്താവളത്തിന് സമാനമായ സൗകര്യങ്ങളാണ് റെയിൽവേ സ്റ്റേഷനുകളിൽ യാത്രക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത്. പുതുക്കിയ മാഹി സ്റ്റേഷനിലും നിരവധിയായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കേരളീയ ശൈലിയിലാണ് റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കെട്ടിടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മനോഹരമായ പൂന്തോട്ടവും ഒരുക്കിയിട്ടുണ്ട്. പുൽത്തകിടി വിരിച്ച ഭാഗത്ത് ഇരിപ്പിടങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ചുമർ ചിത്രങ്ങളുമുണ്ട്. ഇരിപ്പിടങ്ങൾ, ശുചിമുറികൾ, എസ്കലേറ്റർ, നടപ്പാതകൾ, ദിവ്യാംഗ സൗഹൃദ സൗകര്യങ്ങൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സൗകര്യങ്ങൾ, ശീതീകരിച്ച വിശ്രമമുറികൾ, പ്ലാറ്റ്ഫോമുകൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം, സ്റ്റേഷനിലേക്കുള്ള റോഡുകൾ തുടങ്ങിയ സൗകര്യങ്ങളും അമൃത് പദ്ധതിയുടെ ഭാഗമായി മാഹി സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. കനത്ത മഴയിൽ പന്തക്കൽ മൂലക്കടവിൽ കൂറ്റൻ തണൽമരത്തിന്റെ ശിഖരങ്ങൾ പൊട്ടിവീണ് 3 ഓട്ടോറിക്ഷകൾ തകർന്നു. മൂലക്കടവിലെ ഓട്ടോ സ്റ്റാൻഡിലാണ് അപകടമുണ്ടായത്. അപകടാവസ്ഥയിലായ തണൽമരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാണ്. പന്തക്കൽ മൂലക്കടവിലെ ഓട്ടോ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്ത ഓട്ടോറിക്ഷകളുടെ മുകളിലേക്കാണ് തണൽമരത്തിന്റെ ശിഖരങ്ങൾ പൊട്ടിവീണത്. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമാണ് അപകടമുണ്ടായത്. ഡ്രൈവർ ചിരുകണ്ടോത്ത് രാജു, ശശിധരൻ എന്നിവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിയോടെയായിരുന്നു സംഭവം. ഈ സമയത്ത് 3 ഓട്ടോറിക്ഷകൾ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പന്തക്കലെ ചിരുകണ്ടോത്ത് രാജുവിന്റെ ആപ്പെ ഓട്ടോയ്ക്ക് മുകളിലാണ് തടിമരം വീണത്. ഓട്ടോയുടെ മുകൾ ഭാഗത്തെ ഷീറ്റ് പാടെ തകർന്നു. മരം വീഴുമ്പോൾ ഡ്രൈവർ രാജു ഓട്ടോറിക്ഷയിൽ ഇരിക്കുകയായതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഹൈടെൻഷൻ ലൈനിൽ തട്ടിയാണ് മരം കീഴേക്ക് പതിച്ചത്. ലൈനുകളിൽ കൂട്ടിയുരസി തീജ്വാലകളും ഓട്ടോയുടെ മുകളിൽ പതിച്ചിരുന്നു. ഓട്ടോവിൽ ചാരി നിന്നിരുന്ന മറ്റ് ഓട്ടോ ഡ്രൈവർമാർ ഓടി രക്ഷപ്പെട്ടു. ബുധനാഴ്ച രാവിലെയാണ് ശശിധരന്റെ ഓട്ടോയ്ക്ക് മുകളിൽ ശിഖരം പൊട്ടി വീണത്. തലശ്ശേരിയിലെ മറ്റൊരു ഓട്ടോയ്ക്കും കേടുപാടുണ്ടായി. ഇതോടെ ഓട്ടോ സ്റ്റാൻഡ് പൂർണ്ണമായും പന്തക്കൽ റോഡിലേക്ക് മാറ്റി. അപകടാവസ്ഥയിലായ കൂറ്റൻ തണൽമരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് നേരത്തെ പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് ഓട്ടോ ഡ്രൈവർമാർ കുറ്റപ്പെടുത്തി. നമ്മൾ ഈ മരത്തിനെ പറ്റിയിട്ട്
വേണ്ടപ്പെട്ട അധികാരികൾക്ക് നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്തതാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെയും 2 വണ്ടീൻ്റെ ഇന്നലെ വൈകുന്നേരം കൂടിയിട്ട് 2 വണ്ടീൻ്റെ മേത്ത് ഈ കാണുന്ന കഷ്ണങ്ങളും പീസുകളും അത് അവിടെയായിട്ടുള്ളത് കുറച്ച് പീസുകൾ മുറിഞ്ഞ് വീണിട്ട് വണ്ടിക്ക് കുറച്ച് പണി വന്നിട്ടുണ്ട്. പിന്നെ അത് പോരായിട്ട് വെച്ചാൽ ഇവിടെ സ്കൂൾ ബസ്സുകളും കാര്യമെല്ലാം നിൽക്കുന്ന സ്ഥലമാണിത്. ഇവിടെ കുട്ടികളും വന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മളിത് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതിന് പോരായിട്ട് നമ്മൾ പേപ്പറിലും ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, മാതൃഭൂമി പേപ്പറിൻ്റെ ഒത്തും ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിസിറ്റിയിലും പോലീസ് സ്റ്റേഷനിൽ ഇതെല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്തതാണ്. ഇതുവരെ നമുക്ക് ഇതിനായിട്ടുള്ളൊരു നടപടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിന് വേണ്ടുന്ന നമ്മളൊരു നിവേദനമായിട്ട് നിങ്ങളിത് കണക്ക് കൂട്ടിയിട്ട് അത് വേണ്ടപ്പെട്ടൊരു കാര്യങ്ങൾ ചെയ്തു തരിക. ഇവിടെ ഒരു 5:30 മണിക്ക് അങ്ങനെ ഇവിടെ വെച്ച സമയത്ത് ഒരു 2 വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2 വണ്ടീൻ്റെ മേലേന്നൊരു മരം മുറിഞ്ഞ് വീഴായത്. പല പ്രാവശ്യവും വേണ്ടപ്പെട്ട അധികാരികൾക്ക് നിവേദനങ്ങൾ കൊടുത്തിട്ട് യാതൊരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് വണ്ടിക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇന്ന് കാലത്തും വേറൊരു വണ്ടീൻ്റെ മേലെ മരം മുറിഞ്ഞ് വീണ്, എന്നിട്ടും ഇതുവരെ വേണ്ടപ്പെട്ട അധികാരികൾ സന്ദർശിക്കുകയോ അതിന് വേണ്ട നടപടികൾ എടുക്കുകയോ ഇത് സമയമായിട്ടും ചെയ്തിട്ടില്ല. ദിവസേന 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയാണിത്. മാഹിയിലേക്കുള്ള PRTC ബസ്സുകൾ നിർത്തിയിടുന്ന സ്ഥലം കൂടിയാണിത്. പന്തക്കൽ IK കുമാരൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ബസ് കാത്തിരിക്കുന്നതും നടന്നുപോകുന്നതും ഇതുവഴിയാണ്. കൂറ്റൻ തണൽമരങ്ങൾ ഉള്ളതിനാൽ ഇവിടങ്ങളിൽ വിശ്രമിക്കുന്നവരും ഏറെ. ഒരു അപകടത്തിന് കാത്തുനിൽക്കാതെ അധികാരികൾ ഇക്കാര്യത്തിൽ സത്വര നടപടിയെടുക്കണമെന്നാണ് യാത്രക്കാരുടെയും ആവശ്യം. ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അതിദാരിദ്ര്യമുക്ത ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനവും CDS MGNRGS ഓഫീസുകളുടെ ഉദ്ഘാടനവും നടന്നു. KK ശൈലജ ടീച്ചർ MLA ഉദ്ഘാടനം ചെയ്തു. KK ശൈലജ ടീച്ചർ MLA ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെല്ലാം മനസ്സിലാക്കിയതുപോലെ കേരളം ഒരു വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് എടുത്തത്. ഇതൊരു കേരള മോഡൽ എന്ന് നമുക്ക് ഉറപ്പായിട്ട് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഇന്ത്യയിലാകെ പോവർട്ടി റൈറ്റ് വാച്ച് പോലുള്ള സംഘടനകളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായും ഒക്കെ എക്സ്ട്രീം പോവർട്ടിയെ കുറിച്ചുള്ളൊരു കണക്കെടുത്തിട്ടുണ്ട്. അതിദാരിദ്ര്യത്തെക്കുറിച്ച്. അതിദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള സംഘടനകളെല്ലാം സാധാരണ ഉൾപ്പെടുത്താറ് ഒരു നേരം പോലും ആഹാരം കഴിക്കാനില്ലാത്ത പട്ടിണി കിടക്കുന്ന കുടുംബങ്ങളെയാണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കണക്കെടുക്കുന്നത്. എന്നാൽ അങ്ങനെ പൂർണ്ണമായും ഒന്നും ഭക്ഷണം കഴിക്കാനില്ലാതെ പട്ടിണി കിടക്കുന്ന കുടുംബങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ബാലൻ അധ്യക്ഷനായി. M റോജ റിപ്പോർട്ട് അവതരണം നടത്തി. സിജ രാജീവൻ, MV ജയൻ, PV സുരേന്ദ്രൻ, ഗംഗാധരൻ മാസ്റ്റർ, V സൗമിനി, മുന്ന സദാനന്ദൻ, C ചന്ദ്രൻ, CC സാഹിൽ രാജ്, P അശോകൻ, രഘുത്തമൻ, P ബിജു, P ജിതേഷ്, മുജീബ് റഹ്മാൻ, ജിജോ പ്രകാശ്, ഫാത്തിമത്ത് ഷെറീഹ, ബിൻസി അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KK സത്യൻ സ്വാഗതവും KP ബിബിത്ത് നന്ദിയും പറഞ്ഞു. കരിയാട് അഭയ ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് കിണർവെള്ളം മലിനമാകുന്നു എന്ന പരിസരവാസികൾ ഉന്നയിച്ച പരാതിയുടെ ഭാഗമായി ഡയാലിസിസ് സെന്ററിൽ ജലപരിശോധന നടത്തി. കേരള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CWRDM-ലെ ഉദ്യോഗസ്ഥർ ഡയാലിസിസ് സെന്ററിൽ പരിശോധന നടത്തിയത്. ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുടെ ആശങ്കകൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കേരള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CWRDM-ലെ ഉദ്യോഗസ്ഥർ ഡയാലിസിസ് സെന്ററിൽ പരിശോധന നടത്തുകയും ഫിൽട്ടർ ചെയ്ത വാട്ടർ സാമ്പിൾ പരിശോധനയ്ക്ക് എടുക്കുകയും വരും ദിവസങ്ങളിൽ പരിസരത്തെ കുടിവെള്ള മലിനവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ വീട്ടുകാരുടെ അനുവാദത്തോടെ വീടുകളിലെ കിണർവെള്ളവും സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ച് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം കുടിവെള്ളവുമായി ബന്ധപ്പെട്ട വിഷയം ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ KP ഹാഷിം പറഞ്ഞു. കരിയാട് അഭയ ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട്
പരിസരവാസികൾ ഉന്നയിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിനു വേണ്ടി ഏറ്റവും അടുത്ത ദിവസം തന്നെ CWRDM കുടിവെള്ളം പരിശോധിക്കുന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ നഗരസഭ സ്വീകരിക്കുന്നതാണ്. ഇന്ന് CWRDM ഡയാലിസിസ് സെന്ററിൽ വന്ന് അവിടുത്തെ കുടിവെള്ളം സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട്. തുടർ ദിവസങ്ങൾ ആ ഡയാലിസുമായി ബന്ധപ്പെട്ട് പരിസരവാസികൾ ഉന്നയിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടി അവരുടെ കൂടി സൌകര്യത്തോടുകൂടി അനുവാദത്തോടുകൂടി പരിസരത്തെ വീടുകളിൽ നിന്നും കുടിവെള്ളത്തിന്റെ സാമ്പിൾ എടുത്തുകൊണ്ട് പരിശോധനക്കയക്കുകയും അതിന്റെ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആ പരിസരത്തെ ജനങ്ങളുടെ ആശങ്കകൾ അകറ്റിക്കൊണ്ട് മുന്നോട്ടു പോകാൻ ആവശ്യമായ നടപടികളുമായി നഗരസഭ മുന്നോട്ടു പോകും എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കൌൺസിലർമാരായി TK ഹനീഫ, രാജേഷ് മാസ്റ്റർ, NA കരീം, MPK അയൂബ്, അൻസാർ എന്നിവർ പങ്കെടുത്തു. എജുപാത്ത് വിദ്യാഭ്യാസ പ്രദർശനവും പഠന മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും 23, 24 തീയതികളിൽ നഗരസഭ ടൗൺ ഹാളിൽ നടക്കും. രാവിലെ 10-ന് സ്പീക്കർ അഡ്വക്കേറ്റ് N. ഷംസീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലും വടകര, മാഹി, നാദാപുരം ഈ മേഖലയിലുള്ള 3000-ഓളം SLC, +2, ഫുൾ A+ വിദ്യാർത്ഥികൾ അനുമോദിക്കുന്നതാണ്. ഈ ഒരു കണ്ണൂർ ജില്ല മാത്രമല്ല വടകരയും മാഹിയും നാദാപുരം മേഖല ഉൾക്കൊള്ളുന്ന 3000-ഓളം കുട്ടികളെ നമ്മൾ ഈ ഒരു ചടങ്ങിൽ അനുമോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 100-ഓളം യൂണിവേഴ്സിറ്റികളും ഏകദേശം 1000-ഓളം കോഴ്സുകളെ കുറിച്ചും അറിയുവാനുള്ള അവസരവും കുട്ടികൾക്ക് നമ്മുടെ നാട്ടിലെ തന്നെ മികച്ച സ്ഥാപനങ്ങളെ കുറിച്ചും മറ്റ് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ചുമുള്ള കൃത്യമായൊരു ധാരണ ഈ ഒരു പ്രദർശന മേള വഴി ലഭ്യമാക്കുമെന്നുള്ളതാണ്. എജുപാത്ത് വിദ്യാഭ്യാസ പ്രദർശനവും പരീക്ഷകളിൽ പഠന മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും 23, 24 തീയതികളിൽ നടക്കും. സൈലം ലേണിംഗ് ആപ്പുമായി സഹകരിച്ച് കോടിയേരി ബാലകൃഷ്ണൻ മെമ്മോറിയൽ നഗരസഭ ടൗൺ ഹാളിലാണ് പരിപാടി നടക്കുക. രാവിലെ 10-ന് സ്പീക്കർ അഡ്വക്കേറ്റ് N. ഷംസീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. JCI പഴശ്ശിയും തലശ്ശേരി നഗരസഭയും സംയുക്തമായിട്ട് ഒരു വിദ്യാഭ്യാസ പ്രദർശന മേള സംഘടിപ്പിക്കുകയാണ്. മെയ് മാസം 23, 24 തീയതികളിൽ തലശ്ശേരി ടൗൺ ഹാളിലാണ് പരിപാടി നടക്കുന്നത്. ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അതിനായിട്ടുള്ള N. ഷംസീർ MLA ആണ്, സ്പീക്കറാണ്. അദ്ദേഹമാണ് ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ വെൽഫെയർ കമ്മിറ്റി അധ്യക്ഷനായിട്ടുള്ള VK സുരേഷ് ബാബു സാറ്, അതുപോലെ തന്നെ നമ്മുടെ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അനിത മാഡം, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ, അതുപോലെ തന്നെ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല മാം, ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ K. വീരേന്ദ്രൻ സാറ്, അങ്ങനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ജനറൽ ടീച്ചർ, വൈസ് ചെയർമാൻ M. ജയരാജൻ സാറ്, അതുപോലെ തന്നെ തലശ്ശേരി നഗരസഭയുടെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, തലശ്ശേരിയുടെ തന്നെ ASP ആയിട്ടുള്ള കിരൺ സാറ്, IPS, സബ് കളക്ടറായിട്ടുള്ള കിരൺ പാണിഗ്രാഹി സാറ്, കാർത്തിക് പാണിഗ്രാഹി സാറ്, അപ്പോൾ അങ്ങനെയുള്ള വിവിധ മേഖലയിലുള്ള ആളുകളും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ VK സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തും. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുനാറാണി ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K. വേലായുധൻ, CP അനിത, R. ഷീല, A. ശൈലജ എന്നിവർ സംസാരിക്കും. CBSE പരീക്ഷയിൽ 80% നേടിയവർ ഉൾപ്പെടെ പഠന മികവ് പുലർത്തിയ തലശ്ശേരി, മാഹി, വടകര, നാദാപുരം ഭാഗത്തെ 3000 വിദ്യാർത്ഥികളെ ചടങ്ങിന്റെ ഭാഗമായി ആദരിക്കും. വിദ്യാഭ്യാസ സെമിനാർ, കരിയർ ഗൈഡൻസ്, വിവിധ വിദ്യാഭ്യാസ സ്റ്റാളുകൾ എന്നിവയും ഉണ്ടാകും. രണ്ടാം ദിനമായ മെയ് 24-ന് ഉച്ചയ്ക്ക് 1:30 മുതൽ നഗരസഭ ആദരവ് പരിപാടിയും ഒരുക്കും. SSLCക്കും +2-നും മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ നഗരസഭാ പരിധിയിലുള്ള വിദ്യാർത്ഥികളെയാണ് നഗരസഭ ആദരിക്കുക. നഗരസഭാ ചെയർമാൻ, തലശ്ശേരി സബ് കളക്ടർ, തലശ്ശേരി ASP എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ MV ജയരാജൻ, JCI പഴശ്ശി സോൺ പ്രസിഡന്റ് ലിപിൻ K. ഗോപാൽ, JCI മുൻ പ്രസിഡന്റ് PV രഞ്ജിത് കുമാർ എന്നിവർ പങ്കെടുത്തു.
പാനൂർ നഗരസഭ വാർഡ് 17 ചെറുപുല്ലൂക്കര 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കിയ സംഗമമുക്ക് പുറത്തരയുള്ളതിൽ റോഡ് നാടിന് സമർപ്പിച്ചു. പാനൂർ നഗരസഭ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം നിർവഹിച്ചു. റോഡിന്റെ ഉദ്ഘാടനം പാനൂർ നഗരസഭ ചെയർമാൻ KP ഹാഷിം നിർവഹിച്ചു. അത്തരത്തിലുള്ള വലിയ മനസ്സിന്റെ ഉടമ ആ റോഡിന് വേണ്ടി ആ കുടുംബം ഫണ്ട് വെച്ചു എന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ഉമേശയുടെ ബാഗിൽ എപ്പോ ഒരു കത്രിക ഉണ്ടാവും, എവിടെ എപ്പോ ഉദ്ഘാടനം എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ അത്രമാത്രം നഗരസഭയുടെ 40 കൌൺസിലർമാരും അർപ്പണ ബോധത്തോടുകൂടി ഈ 4 വർഷത്തെ വികസനം നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം. അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാ മേഖലകളിലും, വെളിച്ചമായാലും വെള്ളമായാലും കിണറുകളുടെ കാര്യത്തിലായാലും ബഹുജന പങ്കാളിത്തത്തോടുകൂടിയായാലും മറ്റു രീതിയിൽ നഗരസഭ ഫണ്ട് വെച്ചുകൊണ്ടും റോഡുകൾ റീടാറിങ് അത്തരത്തിലുള്ളതൊക്കെ. അപ്പൊ മഴക്കാലമാകുമ്പോൾ നമ്മൾ ഒന്നുകൂടി അതിനെ മാറ്റി പലതും കോൺക്രീറ്റ് റോഡിലേക്ക് വരികയാണ്. മഴക്കാലമാകുമ്പോൾ കോൺട്രാക്ടർമാർ എടുത്ത റോഡുകൾ ടാറിങ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അത് മാറ്റിയിട്ട് കോൺക്രീറ്റ് റോഡ് എന്ന ആശയത്തിലേക്ക് നമ്മൾ മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ഇടവഴികളൊക്കെ ഇങ്ങനെ റോഡായി വരികയാണ്. കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട അൻസാറിന്റെ വാർഡിൽ ഒരു റോഡ് ഇന്നലെ അതിന്റെ ഉദ്ഘാടനം ചെയ്തു, ഈ കോൺക്രീറ്റ് റോഡ്. അങ്ങനെ എല്ലാ മേഖലകളിലും എല്ലാ ആളുകളും നല്ല രീതിയിലുള്ള വികസന കാഴ്ചപ്പാടോടുകൂടി കൌൺസിലർമാരൊക്കെ മുന്നോട്ട് പോവുകയാണ്. 4 വർഷത്തെ കഴിഞ്ഞ 5 വർഷത്തിന് ശേഷമുള്ള തുടർച്ചയും അതിന്റെ തുടർ പ്രവർത്തനം എന്നുള്ള രീതിയിലേക്ക് 9 വർഷം കൊണ്ട് തന്നെ നഗരസഭയുടെ മിക്ക മേഖലകളും എല്ലാ തരത്തിലും വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പാനൂർ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും 17ാം വാർഡ് കൌൺസിലറുമായ ഉമേസ തിരുവമ്പാടി അധ്യക്ഷയായി. നഗരസഭാ കൌൺസിലർ അൻസാർ അണിയാരം, ദേവദാസ് മത്തത്ത്, PP അബൂബക്കർ ഹാജി, അബ്ദുൽ ലത്തീഫ് നെല്ലൂർ, PP അബ്ദുൾ റസാഖ്, VP വേണുഗോപാലൻ, പ്രദീപൻ മീത്തൽ എന്നിവർ സംസാരിച്ചു. 3 ലക്ഷം രൂപ നഗരസഭാ ഫണ്ടും 1.5 ലക്ഷം രൂപ പ്രദേശത്തെ പ്രമുഖ വ്യവസായി PP അബൂബക്കർ ഹാജി സംഭാവനയായി നൽകിയുമാണ് പണി പൂർത്തീകരിച്ചത്. 1.5 ലക്ഷം രൂപയോളം സാമ്പത്തിക സഹായം നൽകിയ PP അബൂബക്കർ ഹാജിയെ നഗരസഭാ ചെയർമാൻ KP ഹാഷിം മൊമെന്റോ നൽകി ആദരിച്ചു. കളഞ്ഞുപോയ സ്വർണ്ണാഭരണം ഉടമയ്ക്ക് തിരിച്ചു നൽകി മാതൃകയായ ചൂരോത്ത് നൌഷാദിന്റെ മകൻ മുഹമ്മദ് സിദ്ധാനെ ചെയർമാൻ ഉപഹാരം നൽകി ആദരിച്ചു. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിമിനെ അവിയാട്ട് മഹമ്മൂദ് പൊന്നാടി അണിയിച്ച് ആദരിച്ചു. പ്രദേശവാസികളുടെ സ്നേഹോപഹാരം വാർഡ് കൌൺസിലർ ഉമേസ തിരുവമ്പാടിക്ക് നഗരസഭാ ചെയർമാൻ KP ഹാഷിം കൈമാറി. ഫാറൂഖ് പാലോത്ത്, സമദ് അവിയാട്ട്, ഷംസീർ തെറ്റുമൽ, ഫിറോസ് ആലിയാട്ട്, ഫർഹാൻ ഇട്ടാപ്പള്ളി, പവി മീത്തൽ, യൂനസ് ഇട്ടാപ്പള്ളി, അബ്ദുള്ള മാൽമിൻഡൌഡ, അഷ്റഫ് നെല്ലൂർ, സുനിൽ വരപ്രത്ത് എന്നിവർ പങ്കെടുത്തു. CPIM പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന PK കുഞ്ഞനന്ദൻ 5ാം ചരമവാർഷികം ജൂൺ 11 വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കും. പാറാട് PK കുഞ്ഞനന്ദൻ സ്മാരക ഹാളിൽ വിളിച്ചു ചേർത്ത സംഘാടക സമിതി രൂപീകരണ യോഗത്തിലാണ് തീരുമാനം. സംഘാടക സമിതി രൂപീകരണ യോഗം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പരിപാടിയുടെ ഭാഗമായിട്ട് എന്തൊക്കെ പരിപാടികളാണ് ഉദ്ദേശിക്കുന്നത് എന്നതും മറ്റും ഇവിടെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സംസാരിക്കാറുണ്ട്. അവരത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നില്ല. സംഘടിപ്പിക്കുന്ന പരിപാടി എന്തെല്ലാം ആയിരുന്നാലും ശരി, ആ പരിപാടികളിലേക്കൊക്കെ നമ്മുടെതല്ലാത്ത ബോധനങ്ങളെ കൂടി ആകർഷിക്കാൻ പാകത്തിൽ എത്തിക്കാൻ പാകത്തിലുള്ള ഇടപെടലുകളാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. നമ്മൾ മുൻ വർഷങ്ങളിൽ ചെയ്തതുപോലെ തന്നെ കുന്നോത്തുപറമ്പ് തൃപ്പംകുട്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ പാർട്ടി ബ്രാഞ്ചുകളിലും സഖാവ് PK കുഞ്ഞനന്ദൻ ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് പതാക ഉയർത്തലും പുഷ്പാർച്ചനയും ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതിനു പുറമെ സഖാവിന്റെ കുഴിമാടത്തിൽ സ്മൃതി മണ്ഡപത്തിൽ നമുക്ക് സമുചിതമായ രീതിയിൽ തന്നെ പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും എല്ലാം സംഘടിപ്പിക്കേണ്ടതുണ്ട്. KP രാജേഷ് അധ്യക്ഷനായി.
ഏരിയ സെക്രട്ടറി കെ കുഞ്ഞബ്ദുള്ള, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ രാഘവൻ മാസ്റ്റർ, കെ സുധീർ കുമാർ, എ.പി. ഭാസ്കരൻ മാസ്റ്റർ, എൻ അനൂപ്, എം.പി. ബൈജു, പ്രജീഷ് പന്നമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായി കൺവീനറായി കെ റിനീഷ് മാസ്റ്ററെയും ജോയിന്റ് കൺവീനർമാരായി വി.പി. പ്രകാശൻ, എം. കുമാരൻ മാസ്റ്റർ, വി.എം. ചന്ദ്രൻ, ചെയർമാനായി കെ.പി. രാജേഷ് മാസ്റ്റർ, വൈസ് ചെയർമാൻമാരായി പ്രജീഷ് പന്നത്ത്, എൻ. അനിൽകുമാർ, എ.പി. ഭാസ്കരൻ മാസ്റ്റർ എന്നിവരെയും തെരഞ്ഞെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. Amrita Vidyalayam, Punnol, Talasheri, one of the top CBC schools in Kannur district. Daily meditation and assembly, 20 bus routes, advanced lab for physics, chemistry, biology, mathematics and computer science. Atal Tinkering Lab focuses on robotics. Extra co-curricular activities like music, dance, keyboard, guitar, taekwondo, chess and football. Yoga training for physical health. Lively KG room, activity room and playroom. Library with 8,000 plus books. Digitalized classrooms. Hygienic and pure vegetarian canteen. For admission, please contact 0490-235-7777. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. Contact 0490-233-7707, 9895-485471. മാഹി മലയാള കലാഗ്രാമം അധിക ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. ഭരതനാട്യം, കുച്ചിപ്പുടി, കർണാട്ടിക് സംഗീതം, വായ്പാട്ട്, വയലിൻ, മൃദംഗം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, യോഗ എന്നീ വിഷയങ്ങളിൽ അധിക ബാച്ചിലേക്കുള്ള പ്രവേശനം തുടരുന്നു. ഫോൺ 0490-233-2961, 8075-099-346, 9447-646-125. സ്ട്രോക്കിനെ ഫാസ്റ്റായി നേരിടാൻ ആസ്റ്റമിംസ് കണ്ണൂർ. ശരീരത്തിന്റെ ഒരു വശം പെട്ടെന്ന് തളർന്നു പോവുക, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, മുഖം ഒരു വശത്തേക്ക് കോടിപ്പോവുക, ബോധക്ഷയം തുടങ്ങിയവ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ്. ശ്രദ്ധിക്കുക, ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ്. സ്ട്രോക്കിന് കാരണമായ രക്തക്കെട്ടുകളെ എടുത്തുമാറ്റുന്ന സ്റ്റെൻഡിംഗ് രീതിയായ മെക്കാനിക്കൽ ട്രോംബക്ടമി പെട്ടെന്നുള്ള രോഗമുക്തിക്ക് ഫലപ്രദമായ ചികിത്സാ രീതിയാണ്. സ്ട്രോക്ക് ചികിത്സയിൽ ലോകത്ത് ലഭ്യമായിട്ടുള്ള എല്ലാ ചികിത്സാ രീതികളും സമന്വയിപ്പിച്ച ഉത്തര മലബാറിലെ 24/7 സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ ആസ്റ്റമിംസ് കണ്ണൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry.
Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തകൾ തുടരുന്നു. പാകിസ്ഥാൻ ഭീകരതയെ അടിച്ചമർത്തിയ ഇന്ത്യൻ സൈനികർക്ക് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് ദേശസുരക്ഷാ പൗരസമിതിയുടെ നേതൃത്വത്തിൽ മാഹിയിൽ തിരംഗയാത്ര നടത്തി. വളവിൽ കടപ്പുറത്ത് നിന്ന് ആരംഭിച്ച യാത്ര അടൽജി സേവാ ട്രസ്റ്റ് സ്റ്റേറ്റ് സെക്രട്ടറി മൗലിദേവൻ ഉദ്ഘാടനം ചെയ്തു. വളവിൽ കടപ്പുറത്ത് നിന്ന് ആരംഭിച്ച യാത്ര അടൽജി സേവാ ട്രസ്റ്റ് സ്റ്റേറ്റ് സെക്രട്ടറി മൗലിദേവൻ ഉദ്ഘാടനം ചെയ്തു. போர் பகல்காமில் ஏற்படுத்திய இந்த போர் நாட்டு மக்களை ஒன்றுபடுத்தி இருக்கிறது. ஜாதி மதங்கள் எல்லாத்தையும் வேற்றுமையா இருந்த எல்லா மக்களையும் ஒன்றுபட்டு இந்த இடத்துல தேசிய கொடி பேரணி ஏந்தி ராணுவ வீரர்களுக்கு அவர்களின் கரத்தை வலுப்படுத்துவதற்காக நம்ம இங்கே ஒன்று கூடியிருக்கிறோம். இது ஒரு தனிப்பட்ட கட்சிக்கோ இல்லை ஒரு தனிப்பட்ட அமைப்புக்கோ சேர்ந்த கூட்டம் கிடையாது. നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി മാഹി പ്രസിഡന്റ് റിട്ടയർഡ് ഓണററി ക്യാപ്റ്റൻ വിജയൻ ദേശീയ പതാക കൈമാറി. സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചവരും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ളവരും പൊതുപ്രവർത്തകരും പങ്കെടുത്ത യാത്ര മാഹി മുനിസിപ്പൽ മൈതാനത്ത് സമാപിച്ചു. മാഹി പള്ളി ബസ്ലിക്ക റെക്ടർ സെബാസ്റ്റ്യൻ കാരക്കൽ മുഖ്യഭാഷണം നടത്തി. രാജ്യം മുൻകാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് ചില തീരുമാനങ്ങളുമായിട്ട് രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുവാൻ, രാജ്യത്തിന്റെ ഓരോ പൗരന്റെയും ജീവൻ സംരക്ഷിക്കുവാൻ ചില തീരുമാനങ്ങൾ എടുക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പും ആ തീരുമാനം എടുത്തുകൊണ്ടുള്ള ഒരു ശക്തമായിട്ടുള്ള രാജ്യത്തിന്റെ ആ നിശ്ചയദാർഢ്യത്തിന്റെ ഒരു തീരുമാനമായിരുന്നു അത്. മാഹി മണ്ഡലം BJP പ്രസിഡന്റ് പ്രബീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മാഹി കമ്മ്യൂണിറ്റി കോളേജ് സെന്റർ മേധാവി ഡോക്ടർ രാജൻ, അടൽജി സേവാ ട്രസ്റ്റ് പ്രസിഡന്റ് A ദിനേശൻ, അഡ്വക്കേറ്റ് ഇന്ദ്രപ്രസാദ്, ആശ്രയ വുമൻസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി സുലോചന, മഗ്നീഷ് മഠത്തിൽ, NR കോൺഗ്രസ് നേതാക്കളായ വളവിൽ സുധാകരൻ, ജിതേഷ് എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് അശോകൻ സ്വാഗതവും ത്രിജേഷ് നന്ദിയും പറഞ്ഞു. പാനൂർ JCI പാനൂർ ടൗണിലെ OT ട്രേഡേഴ്സിൽ കഴിഞ്ഞ 45 വർഷക്കാലമായി ജോലി ചെയ്യുന്ന ഉസ്മാനെ ആദരിച്ചു. JCI ഇന്ത്യയുടെ സല്യൂട്ട് ദി സൈലന്റ് സ്റ്റാർസ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ആദരമൊരുക്കിയത്. കഴിഞ്ഞ 45 വർഷക്കാലമായി OT ട്രേഡേഴ്സിൽ ജോലി ചെയ്യുന്ന ഉസ്മാനെയാണ് ആദരിച്ചത്. ചടങ്ങിൽ പാസ്റ്റ് പ്രസിഡന്റ് സത്യൻ മാസ്റ്റർ ഷാൾ അണിയിച്ചു. വൈസ് പ്രസിഡന്റ് KM റഹീസ് ഉപഹാരം നൽകി. എല്ലാ മാസവും നടന്നു വരുന്ന ഓരോ വ്യക്തികളെ ആദരിക്കുക, പ്രധാനപ്പെട്ട വ്യക്തികളെ ആദരിക്കുക എന്നുള്ള
ചടങ്ങാണ്. അതിൽ നമുക്ക് ഈ മാസം സെയിൽസ്മാൻ ആദരിക്കുക എന്നുള്ള ചടങ്ങാണ്. അത് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ OT ഉസ്മാനിക്ക എന്ന് പറയുമ്പോൾ പാനൂര് 40-45 വർഷത്തോളമായി പാനൂരിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന, ഞാൻ എന്തെല്ലാം ചെറുപ്പകാലം മുതലേ പാനൂരിൽ തന്നെ കാണുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഉസ്മാനിക്കാണ് ഇന്നത്തെ ആദരവിനെ ഏറ്റെടുത്തത്. എല്ലാവിധ സന്തോഷത്തിലും OT അബ്ദുള്ള സംസാരിച്ചു. JFM നൌഷാദ് സ്വാഗതവും JFM ഗംഗാധരൻ നന്ദിയും പറഞ്ഞു. വ്യാപാരികളായ രാജൻ, മഹമ്മൂദ്, കുമാരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഡ്രൈവേഴ്സ്, അതുപോലെ ഈ മാസം ഉള്ളതാണ് ഈ സെയിൽസ്മാൻ. ഈ സെയിൽസ്മാന്റെ ഭാഗമായിട്ട് പാനൂര് ഒരുപാട് സെയിൽസ്മാൻമാർ ജോലി ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ട് ഓരോ ഷോപ്പിലും മറ്റുമായിട്ട്. തലശ്ശേരി കോപ്പാലം യുവജന സാഹിത്യ സമാജം വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിനായി പണിത പുതിയ കെട്ടിടം വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് ഉദ്ഘാടനം ചെയ്യും. സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1943 കോപ്പാലത്ത് ഉള്ള ഒരു ബീഡി കമ്പനിയുടെ മുകളിൽ ഒരു മാടത്തിന്റെ മുകളിൽ ആണ് 1943 ഈ സ്ഥാപനം രൂപീകൃതമായിട്ടുള്ളത്. അതിനുശേഷം 1960 ഇന്ന് ഇതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വായനശാലയുടെ പുതിയ ബിൽഡിംഗ് അന്ന് 1960 രൂപീകൃതമായിരുന്നു. കാലപ്പഴക്കത്താൽ ആ ബിൽഡിംഗ് ഇന്ന് ജീർണാവസ്ഥയിലായതിൻ്റെ അടിസ്ഥാനത്തിൽ 2017 നമ്മൾ ഇന്നത്തെ വായനശാല പ്രവർത്തകരായിട്ടുള്ള നമ്മളൊക്കെ ആലോചിച്ചുകൊണ്ട് ഒരു പുതിയ ബിൽഡിങ്ങിന് വേണ്ടി അതിൻ്റെ കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. 2017 ഏപ്രിൽ മാസമാണ് അതിൻ്റെ പുതിയ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ആലോചനാ യോഗം നമ്മൾ അന്ന് തുടങ്ങിയത്. ഒരാഴ്ച കൊണ്ട് തന്നെ അതിൻ്റെ കുറ്റിയടിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ചു. അതിൻ്റെ പ്രവർത്തനം ആ സമയത്ത് തന്നെ തുടങ്ങാൻ വേണ്ടി സാധിച്ചു. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ അധ്യക്ഷയാവും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സർഗോത്സവം, KPSCയുടെ ജനപ്രിയ നാടകം ഉമ്മാച്ചു തുടങ്ങിയവയും അരങ്ങേറും. കോപ്പാലം പ്രദേശത്തെ ഏറ്റവും പ്രധാന സാംസ്കാരിക സ്ഥാപനമായ വായനശാല ഗ്രന്ഥാലയത്തിന്റെ പുതിയ കെട്ടിട പ്രവേശനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ നാട്ടിന്റെ ഒരു വിളക്കുമാടമായി നിലകൊള്ളുകയും ചെയ്യുന്ന സാഹിത്യ സമാജം വായനശാലയുടെ പുതിയ കെട്ടിടം പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിൽ വെച്ച് ബഹുമാന്യനായ സ്പീക്കർ ഉദ്ഘാടനം ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ചുക്കാൻ പിടിക്കുന്ന ഈ വായനശാല നാടിൻ്റെ അഭിമാനമാണ്. അപ്പോൾ അതോടനുബന്ധിച്ച് കൂടുതൽ പറയാനുള്ളത്, ഈ സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം, ഉദ്ഘാടന ചടങ്ങിന് ശേഷം സർഗോത്സവം, കുട്ടികളുടെ കലാപരിപാടികളും അതുപോലെ KPSCയുടെ നാടകം ഉമ്മാച്ചു നാടകവും ഉണ്ടായിരിക്കും. കണ്ടോത്ത് അച്യുതൻ മാസ്റ്റർ സൗജന്യമായി അനുവദിച്ച സ്ഥലത്താണ് വായനശാല പ്രവർത്തിക്കുന്നത്. രാജാറാം മോഹൻ റോയ് ലൈബ്രറി ഫൗണ്ടേഷൻ നൽകിയ 10 ലക്ഷവും സ്പീക്കറുടെ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച 6 ലക്ഷവും വായനശാലയുടെ തനത് ഫണ്ടും ഉൾപ്പെടെ 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വായനശാലയും ഗ്രന്ഥാലയവും പ്രവർത്തിക്കാനും സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കാനും സൗകര്യമുള്ള വിശാലമായ 2 നില കെട്ടിടം ഒരുക്കിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നിലവിൽ 7500ഓളം പുസ്തകങ്ങൾ ഗ്രന്ഥാലയത്തിലുണ്ട്. വാർത്താസമ്മേളനത്തിൽ KP സുധാകരൻ, KK സുരേന്ദ്രൻ, K കേളു മാസ്റ്റർ, K ഖാലിദ് മാസ്റ്റർ, KV അജിന, പ്രവീണ ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഭാരതീയ ചികിത്സാ വകുപ്പ് പാട്യം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി, കേരള സീനിയർ സിറ്റിസൺ ഫോറം പാട്യം യൂണിറ്റ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പത്തായക്കുന്ന് പാട്യം LP സ്കൂളിലാണ് ക്യാമ്പ് നടന്നത്. മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം പാട്യം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP പ്രദീപൻ മാസ്റ്റർ നിർവഹിച്ചു. VV ഭാസ്കർ അധ്യക്ഷനായി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജാജി നായർ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഇന്ന് വെച്ച വെള്ളം നാളെ ഉപയോഗിക്കരുത് എന്ന് പറയുമല്ലോ. അപ്പൊ പറയുന്നതിന് കാരണം അതാണ്. ഇപ്പൊ നമ്മൾ എത്ര വെട്ടിത്തിളപ്പിച്ചാലും അഥവാ ഒരു ചെറിയ അണു അതിനകത്ത് ബാക്കി ഉണ്ടെങ്കിൽ അത് അതിൽ തന്നെ പെറ്റുപെരുകിയിട്ട് പിന്നെ പിറ്റേന്നത്തേക്ക് അതിന്റെ അളവ് അതിൽ തന്നെ കൂടാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അന്നന്ന് തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കണം എന്നുള്ളത്. പിറ്റേന്നത്തേക്ക് അത് അത്രത്തോളം നല്ലതാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ
നല്ലോണം വെട്ടിത്തിളച്ച വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മുടെ ആയുർവേദത്തിൽ നമ്മൾ പല മരുന്നുകളും ചേർത്തിട്ട് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ്. അപ്പം നമ്മൾ കരിങ്ങാലി എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കണമെന്ന് പറയില്ല. നമുക്ക് കാലത്തിനനുസരിച്ചിട്ട് മല്ലി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ജീരകം ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഉപയോഗിക്കാം. പിന്നെ പതിമുഖം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. അതല്ലാതെ നമ്മുടെ ഷഡംഗപാനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മരുന്നുകൾ ചേർത്തിട്ടുള്ള മുത്തങ്ങ ഇതൊക്കെ ചേർത്തിട്ടുള്ള പിന്നെ കഷായ മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. അത് തിളപ്പിച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നുകൾ അതാത് കാലത്തിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് ഉപയോഗിക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിനും കൂടെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ രോഗപ്രതിരോധ ശേഷി അതാത് കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾക്ക് നമ്മൾ തയ്യാറാകാൻ വേണ്ടിയിട്ടാണ്. സി അച്യുതൻ, പി മജിഷ, സി വി സുധാകരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ഷിനി, ABT കക്കോത്ത് പ്രഭാകരൻ, ദൃശ്യ കെ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ചടങ്ങിൽ ഒയിസ്ക ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ ഔഷധ സസ്യങ്ങളുടെയും വിത്തുകളുടെയും സൗജന്യ വിതരണവും നടന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. इन पलकों पर रहना सजना, मेरा हार श्रृंगार तुम ही सजना. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ. MS Public School is among the trusted chambers who believes in meaningless service in betterment throughout history. MS is the right choice for kids to learn, shine and enlighten. Preschools are always a home-away feeling for most of the kids. But here, they are packed with all facilities where I'm sure no child would ever stay back home. Here, quality education is highly encouraged with affordable fee structures. So, build a child's future with MS Public School Panel. The admission for the next academic year is already started. If you need any details, please contact our school office. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ഇത് നിന്റെ സ്കൂളിലേക്കുള്ള ആദ്യയാത്ര മാത്രമല്ല, നിന്റെ ഭാവിയിലേക്ക് കൂടിയുള്ള യാത്രയാണ്. എന്റെ പപ്പ എനിക്ക് നൽകിയ വിദ്യാഭ്യാസം പോലെ ഞാനും എന്റെ മകനു വേണ്ടി കണ്ടെത്തി എക്സൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ടു ബി എ പ്രൗഡ് ഫാദർ. എക്സൽ പബ്ലിക് സ്കൂൾ, ചാലക്കര, മാഹി. Answer to your child's future. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ്.
സിൽക്ക് മിത്ര കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ ജില്ലാ വനിതാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. തലശ്ശേരി വ്യാപാരി സമിതി ഹാളിലാണ് പരിപാടി നടന്നത്. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ ജില്ലാ വനിതാ കൺവെൻഷന്റെ ഉദ്ഘാടനം തലശ്ശേരി നഗരസഭാ കൗൺസിലർ റാഷിദ ടീച്ചർ നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി വിജയകുമാർ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് പി സലീം, സഫ്വാന, MP മനോജ്, P രാജൻ എന്നിവർ സംസാരിച്ചു. A സ്നേഹകൃഷ്ണ സ്വാഗതവും VM ചന്ദ്രി നന്ദിയും പറഞ്ഞു. മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി UAE-യിലെത്തിയ K സൈനുൽ ആബിദിന് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ പ്രൗഢഗംഭീര സ്വീകരണം നൽകി. KMCC നേതാക്കളുടെയും അഭ്യുദയാകാംക്ഷികളുടെയും നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഖത്തർ സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ K സൈനുൽ ആബിദിന് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ പ്രൗഢഗംഭീരമായ സ്വീകരണമാണ് ഒരുക്കിയത്. ഷാർജ KMCC സംസ്ഥാന ജനറൽ സെക്രട്ടറി മുജീബ് തൃക്കണ്ണാപുരം, സംസ്ഥാന ട്രഷറർ അബ്ദുറഹ്മാൻ മാസ്റ്റർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ്, അജ്മാൻ KMCC വൈസ് പ്രസിഡന്റ് റഫീഖ് മുസ്താൻ, സംസ്ഥാന സെക്രട്ടറി ഹാഷിം മാടായി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ദുബായ് എയർപോർട്ടിൽ സ്വീകരണം ഒരുക്കിയത്. ദുബായ് KMCC കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി റഹ്ദാദ് മൊഴിക്കര, ഷാർജ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി CK കുഞ്ഞബ്ദുള്ള, മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് നാടക്കൽ, കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് CK കുഞ്ഞബ്ദുള്ള, മലപ്പുറം ജില്ലാ സെക്രട്ടറി അഷ്റഫ് വെട്ടം, ദുബായ് തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സിറാജ് KSA തുടങ്ങിയവരും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ ശ്രദ്ധേയ സംഭാവനകൾ അർപ്പിച്ച വ്യക്തിത്വമാണ് സഫാരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് MD K സൈനുൽ ആബിദീൻ. പാനൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലും കല്ലിക്കണ്ടി ദേശം ഓൺലൈൻ കൂട്ടായ്മയും ചേർന്ന് കല്ലിക്കണ്ടിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്ത് പരിശോധന നടത്തി. കല്ലിക്കണ്ടി NAM കോളേജ് പ്രസിഡന്റ് അടിയോട്ടിൽ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഭരത് റെഡ്ഡിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത്. PPA ഹമീദ്, സമീർ പറമ്പത്ത്, മുഹജിർ കുന്നത്ത്, മുഹമ്മദ് പൂന്തോട്ടം, KK നാസർ, TK നാസർ, T അബൂബക്കർ, ദിവാകരൻ മാസ്റ്റർ, യൂനിസ് പട്ടാടം, MPK അബ്ദുള്ള, TK മുഹമ്മദ്, AK സാജിദ്, AK ഇസ്ഹാഖ്, MK സഫീറ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ മാനേജ്മെന്റിന് കീഴിലാണ് പാനൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ചത്. വിവിധ കേന്ദ്രങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചതായി മാനേജ്മെന്റ് അറിയിച്ചു. നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ പുതിയ മാനേജ്മെന്റ് കീഴിൽ ഈ വരുന്ന ജൂൺ ആദ്യവാരം മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനം അവിടെ ലഭ്യമാക്കുന്നതോടൊപ്പം ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ആളുകൾക്ക് വൈദ്യ ചികിത്സ കിട്ടുക എന്നുള്ള ലക്ഷ്യം കൂടി ഈ ഹോസ്പിറ്റലിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന മാനേജ്മെൻറ്റിനുണ്ട്. പ്രഗത്ഭരായ ഡോക്ടർമാർ എല്ലാ വിഭാഗത്തിലുള്ള ചൈൽഡ് സ്പെഷ്യലിസ്റ്റ്, ഡെർമറ്റോളജി, ജനറൽ മെഡിസിൻ, ENT തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെയും സേവനം എല്ലാ ദിവസവും ലഭ്യമാകുന്ന രൂപത്തിലാണ് പ്രവർത്തനം നടത്താൻ പോകുന്നത്. ഇപ്പോൾ ഇന്ന് ഇവിടെ ആരംഭിക്കാൻ പോകുന്ന മെഡിക്കൽ ക്യാമ്പ്
പാനൂരിൻ്റെ കിഴക്കൻ പ്രദേശത്തിലെ 10-25ഓളം പ്രദേശങ്ങളിൽ ഇതുപോലെ ജനങ്ങൾക്ക് വേണ്ടി മെഡിക്കൽ ക്യാമ്പ് നടത്തി ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് നൽകുന്ന രൂപത്തിലുള്ള മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ RMO ഡോക്ടർ ഭരത് റെഡ്ഡി അവർക്കാണ്. ആ സേവനം കൂടി നാട്ടുകാർ ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം ജൂൺ ആദ്യവാരം പാനൂരിൽ നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പാനൂർ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ കല്ലിക്കണ്ടി ദേശം ഓൺലൈൻ കൂട്ടായ്മയുടെ സഹകരണത്തോടെയാണ് ഇന്ന് ഇവിടെ വെച്ച് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു ക്യാമ്പായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഇന്ന് കല്ലിക്കണ്ടി, തൃപ്പങ്ങോട്ടൂർ, ചെറ്റക്കണ്ടി എന്നീ 3 സ്ഥലങ്ങളിലും നാളെ മറ്റ് 5 കേന്ദ്രങ്ങളിലുമായിട്ടാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആരോഗ്യരംഗത്ത് ഒരു പുതിയ കുതിച്ചുചാട്ടം നടത്തുന്നതിന് വേണ്ടി പാനൂർ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ വരാനിരിക്കുന്ന വളരെ പെട്ടെന്ന് തന്നെ നടത്താനുള്ള ഉദ്ദേശമാണ് ഹോസ്പിറ്റലിനുള്ളത്. അതുകൊണ്ട് ഈ മേഖലയിലെ എല്ലാ ആളുകളുടെയും സഹകരണവും പിന്തുണയും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. 22-ന് 9 മണി മുതൽ 11 വരെ പാറാട്, 11 മണി മുതൽ 1 മണി വരെ വിളക്കോട്ടൂർ, 2:30 മുതൽ 4:30 വരെ കുന്നോത്തുപറമ്പ്, 23-ന് 9 മുതൽ 11 വരെ ഉതുക്കുമ്മൽ, 12:30 മുതൽ 2:30 വരെ തൂവക്കുന്ന്, 3:30 മുതൽ 5:30 വരെ ചെറുപറമ്പ് എന്നിവിടങ്ങളിൽ ക്യാമ്പ് നടക്കും. 24-ന് 9 മുതൽ 11 വരെ പൊയിലൂർ, 11 മുതൽ 1 മണി വരെ മീത്തലെ കുന്നോത്തുപറമ്പ്, 2:30 മുതൽ 4:30 വരെ കൈവേലിക്കൽ, 26-ന് 9 മുതൽ 11 വരെ ചെറുവാഞ്ചേരി, 11 മുതൽ 1 മണി വരെ ചെണ്ടയാട്, 2:30 മുതൽ 4:30 വരെ മുത്താറിപ്പീടിക എന്നിവിടങ്ങളിലും ക്യാമ്പ് നടക്കും. 27-ന് 9 മുതൽ 11 വരെ പാനൂർ, 11 മുതൽ 1 മണി വരെ പൂക്കോം, 2:30 മുതൽ 4:30 വരെ എലാങ്കോട്, 28-ന് 9 മുതൽ 11 വരെ കീഴ്മാടം, 11 മുതൽ 1 മണി വരെ പുല്ലൂക്കര, 2:30 മുതൽ 4:30 വരെ കടവത്തൂർ, 29-ന് 9 മുതൽ 11 വരെ കണ്ണംകോട്, 11 മുതൽ 1 മണി വരെ പെരിങ്ങത്തൂർ എന്നിവിടങ്ങളിലും ക്യാമ്പ് നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുപ്പം ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ, ആശങ്ക വേണ്ടെന്നും വിഷയത്തിൽ ജില്ലാ ഭരണകൂടം ഇടപെട്ടിട്ടുണ്ടെന്നും M. വിജിൻ MLA. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസനം നടപ്പിലാക്കിയ ആദ്യഘട്ട റെയിൽവേ സ്റ്റേഷനുകൾ വ്യാഴാഴ്ച നാടിന് സമർപ്പിക്കും. വികസനം പൂർത്തിയാക്കിയ സ്റ്റേഷനുകളിൽ മാഹി സ്റ്റേഷനും. കനത്ത മഴയിൽ പന്തക്കൽ മൂലക്കടവിൽ കൂറ്റൻ തണൽമരത്തിന്റെ ശിഖിരം പൊട്ടിവീണ് 3 ഓട്ടോറിക്ഷകൾ തകർന്നു. മൂലക്കടവ് ഓട്ടോ സ്റ്റാൻഡിലാണ് അപകടമുണ്ടായത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.